എതിരെ വണ്ടി വന്നിട്ടൊരു പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് മാനേജ് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. 2-3 വണ്ടികൾ എതിരെ വന്നിട്ടുണ്ട്. ഒരു പുറകോട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ഈ എസ് കർവ് കാണാം, കണ്ടാ? ഞങ്ങളുടെ റോഡ് നല്ല പൊക്കത്തിലാണ്. അതാണ് ഇങ്ങനെ വ്യൂ കിട്ടുന്നത്. കുറെ നേരം അവിടെ എന്തോ കാര്യത്തിന് വെയിറ്റ് ചെയ്ത ശേഷം പിന്നെയും സഞ്ചരിക്കാൻ തുടങ്ങി. നല്ല ഉയരത്തിലാണ് നമ്മൾ ഈ റോഡ് കിടക്കണം. ഈ നദി താഴെയാണ്. പലപ്പോഴും കാണാൻ പോലും പറ്റുന്നില്ല നദി. അപ്പൊ കാണാം. വീണ്ടും ഒരു ചെറിയ പവർ സ്റ്റേഷൻ ഉണ്ട്. ആ നീല കളറുള്ള അവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ട വെള്ളം സൂക്ഷിച്ച് നോക്കിച്ച വെള്ളം പോകുന്ന ആ ഒരു പൈപ്പ് കൂടെ. ചെറിയൊരു പവർ സ്റ്റേഷനാണ്. വല്ല 5 മെഗാവാട്ടോ അങ്ങനെ വല്ലതായിരിക്കും. അടിയിൽ ഇത് പെൻ സ്റ്റോക്ക് കാണാം. മലയുടെ മുകളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ അല്ല, മുകളിൽ നിന്ന് വെള്ളം എവിടുന്ന് കൊണ്ടുവരുന്ന അറിയാൻ പാടില്ല. അതുകൊണ്ട് പെൻ സ്റ്റോക്ക് കുറച്ച് 3-4 പൈപ്പുകൾ കാണാം. പോയത് നമ്മുടെ റോഡ് നല്ല ഉയരത്തിലാണ്. അവളുടെ താഴെയാണ് ഈ നദി കിടക്കുന്നത്. ജസ്റ്റ് കാണാം, ഇടയ്ക്കിടയ്ക്ക് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ചിലടത്ത് എങ്കിലും സെയിം കോണ്ടൂർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നദിയുടെ നദി ഈ മലയുടെ കോണ്ടൂറാണ് നദി ഫോളോ ചെയ്യുന്നത്. അതിപ്പോ കഷ്ടിച്ച് കാണാവുന്നേ ഉള്ളൂ. കണ്ടോ, നല്ല താഴ്ചയിലാണ് നദി കിടക്കുന്നത്. ഞങ്ങൾ മലയുടെ നല്ല ഉയരത്തിൽ റോഡ് ഈ രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. എന്താണ് കാരണം എന്നറിയാൻ പാടില്ല. കാരണം അടിയിൽ വീതിയില്ല പണിയാനായിട്ട്. അതുകൊണ്ട് അവർക്ക് മുകളിലോട്ട് വന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. അതാണ് കാര്യം. കുത്തനെയാണ് ഈ മല. ഈ കട്ടിങ് കുത്തനെയാണ് കിടക്കുന്നത്. ഈ അടിയിലോട്ട് നോക്കി കഴിയുമ്പോൾ കണ്ടോ, ആ സൈഡൊക്കെ കാടാണ്. റോഡിന്റെ കിടപ്പ് കാണാം. റോഡ് പോകണുണ്ടോ, മല ചുറ്റിട്ട് പോവുകയാണ്. ബ്ലൈൻഡ് സ്പോട്ടാണ്. എല്ലാം ഹോണടിച്ച് പോവാണ്. മലയുടെ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റില്ല. ഇപ്പൊ ഹൈറ്റിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല എക്സ്പോർട്ട് ഡ്രൈവർ ആയിരിക്കണം. നല്ലൊരാളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വെട്ടുവാരി എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇപ്പൊ റോഡ് കുറച്ചുകൂടെ ബെറ്ററായി. ബസ്സിന്റെ കുറുക്കം കാരണമാണ് ഇങ്ങനെ ഫോട്ടോ ശരിയായിട്ട് നിർത്താൻ പറ്റാത്തത്, ഇല്ലെങ്കിൽ സ്ക്രീൻ ശരിയായിട്ട് നിർത്താൻ പറ്റാത്തത്. ചുരുക്കം പറഞ്ഞ ഒരുപാട് മലകൾ താണ്ടിയിട്ടാണ് ഇതിന്റെ ഈ സോഴ്സ് അന്വേഷിച്ചുള്ള യാത്ര. എത്ര മല കടന്നെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല.